അങ്ങനെ ബത്ലഹേം കുടുംബ യൂണിറ്റ് കണ്ടു. മൂവിയെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രണയമാണ് തീം. ഞാൻ വിശ്വസിക്കുന്നത് 70s പ്രണയം, 80s പ്രണയം, 90s പ്രണയം, 2K പ്രണയം, എല്ലാ കാലത്തും പ്രണയം ഉണ്ടെങ്കിലും പ്രണയത്തിന്റെ എല്ലാ ഇമോഷൻസും അതിന്റെ പീക്ക് സിനിമാറ്റിക് എക്സ്പീരിയൻസ് തന്നത് 1990 to 2010 കാലഘട്ടങ്ങളിൽ ഇറങ്ങിയ മൂവീസിലായിരുന്നു. ചിലപ്പോൾ അത് ശരിയായിരിക്കാം, ചിലപ്പോൾ ഞാൻ 90s കിഡ് ആയതുകൊണ്ട് തോന്നുന്നതായിരിക്കാം. ആ കാലഘട്ടങ്ങളിൽ നമ്മൾ കണ്ട പീക്ക് റൊമാൻറ്റിക് മൂവീസിൽ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അതിലേക്കുള്ള തിരിച്ചുപോക്കാണ് ബത്ലഹേം കുടുംബ യൂണിറ്റിലൂടെ ഗിരീഷ് ഷെഡി നമുക്ക് തരുന്നത്. നിവിൻ പോളിയെ കുറിച്ച് പറയുകയാണെങ്കിൽ പുള്ളിയുടെ മാനറിസം വെച്ച് വളരെ സിമ്പിളായി പെർഫെക്റ്റ് ആയിട്ട് ഇതിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ മമിത, ഗിരീഷ് ഷെഡിയുടെ മൂവിയിൽ മാത്രം കണ്ടുവരുന്നൊരു മമിതയുണ്ടല്ലോ, അതിന്റെ പീക്ക് ഈ മൂവിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. മറ്റു കഥാപാത്രങ്ങളെല്ലാം വളരെ പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആയിരുന്നു. എല്ലാവരും അത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഡെലിവർ ചെയ്തിട്ടുമുണ്ട്. മലയാളികളുടെ പൾസ് അറിഞ്ഞ് പണ്ട് സത്യനാന്തിക്കാട് എങ്ങനെയാണോ മൂവി ചെയ്തുകൊണ്ടിരുന്നത് അതിന്റെ കറണ്ട് വേർഷനാണ് ഗിരീഷ് ഷെഡി. പിന്നെ ഗിരീഷിന്റെ മൂവീസിൽ അധികവും സാധാരണക്കാരന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പീക്ക് ഹാപ്പിനെസ് സിറ്റുവേഷൻസ് ആയിരിക്കും. സോ അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കുള്ളിൽ ഉണ്ടാകുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട്. അത് നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കുക. ആൻഡ് ഈ മൂവി ഹൗസ്ഫുൾ ഓഡിയൻസിലൂടെ ഇരുന്ന് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.